ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ആദ്യം കണ്ടത് ആരെയാണ്? വീട്ടിലുള്ള ആരെങ്കിലും ആണോ? അതോ ഫോണാണോ? ഫോൺ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട 5 ആളുകളുടെ പേര് ഒന്ന് മനസ്സിലോർത്ത് നോക്കി. അമ്മ, അച്ഛൻ, ജീവിത പങ്കാളി, മക്കൾ, ഒരു സുഹൃത്ത്, ഇങ്ങനെ പോകത്തില്ലേ? ഇവരൊക്കെയല്ലേ? ഇക്കൂട്ടത്തിൽ ഫോണില്ലല്ലോ. ഇന്നലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി എത്ര മിനിറ്റ് മനസ്സ് തുറന്ന് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്? അതിനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾ ഫോണിൽ ചെലവഴിച്ചില്ലേ? ഇനി ഒരു ചോദ്യം കൂടി. നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി 5% ആയാൽ നിങ്ങൾ ചാർജർ അന്വേഷിക്കും. പക്ഷെ നിങ്ങളുടെ ബന്ധങ്ങളുടെ ബാറ്ററി 5% ആയി തീരുമ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയാറുണ്ടോ? ഇന്ന് ലോക സോഷ്യൽ മീഡിയ ദിനമാണ്. ചിലർ ഈ ദിവസം ആഘോഷിക്കും. ചിലർ സോഷ്യൽ മീഡിയയുടെ കുറ്റങ്ങളും കുറവുകളും ദോഷങ്ങളും ഒക്കെ വന്ന് സംസാരിക്കും. എന്നാൽ ഞാൻ പറയാൻ പോകുന്നത് മറ്റൊരു വിഷയമാണ്. സോഷ്യൽ മീഡിയ നമ്മുടെ ശത്രുവല്ല. അത് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു കാലത്ത് ഒരു കത്തൊരാളുടെ കയ്യിലെത്താൻ മാസങ്ങൾ എടുത്തിരുന്നു. ഇന്ന് ലോകത്തിൻ്റെ മറുവശത്തുള്ള ഒരാളുമായി ഒരു നിമിഷം കൊണ്ട് നമുക്ക് സംസാരിക്കാം. അയാളുടെ ചെറിയ ചലനം പോലും തത്സമയം നമുക്ക് കാണാം. ഒരു വിദ്യാർത്ഥിക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരിൽ നിന്ന് സൗജന്യമായി പഠിക്കാം. ഒരു കർഷകന് തൻ്റെ കൃഷിരീതി ലോകത്തോട് പറയാൻ പഠിപ്പിക്കാം. ഒരു കലാകാരന് ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് കോടിക്കണക്കിന് ആൾക്കാരുടെ ഹൃദയത്തിലേക്ക് കടന്നിരിക്കാം. ഒരു കൊച്ചു ഗ്രാമപ്രദേശത്തിരുന്ന് ഒരു മൊബൈൽ ഫോണിലൂടെ ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ തന്നെ ലോകമെമ്പാടുമുള്ള നിങ്ങളിൽ എത്തിച്ചേരുന്നുണ്ട്. ഇതൊന്നും അത്ര ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയെ കുറ്റപ്പെടുത്താൻ വന്നതല്ല, ചോദിക്കാൻ വന്നത് ഒരു ചോദ്യം മാത്രമാണ്. ഇത്ര വലിയൊരു ശക്തി നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ നമ്മൾ അതിനെ ഉപയോഗിക്കുകയാണോ അതോ അത് നമ്മളെ ഉപയോഗിക്കുകയാണോ? ഇന്ന് ഒരേ സോഫയിൽ 5 പേർ ഇരിക്കും. പക്ഷേ 5 പേരും 5 ലോകങ്ങളിലാണ്. ഒരേ വീട്ടിൽ താമസിക്കുന്നു, പക്ഷേ ഒരുമിച്ച് ജീവിക്കുന്നില്ല. ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ വെറും ഒരു 15 മിനിറ്റ് ഫോണൊന്ന് മാറ്റി വെച്ച് നോക്കൂ. ടി വി ഒന്ന് ഓഫ് ചെയ്ത് നോക്കൂ. പരസ്പരം നോക്കി ഒന്ന് സംസാരിക്കൂ. അല്പം ബുദ്ധിമുട്ട് തോന്നും. കാരണം സംസാരിക്കാൻ മറന്നുപോയ ഒരു തലമുറയായി നമ്മൾ പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ശ്രമിക്കണം. ഇത് പറയുമ്പോൾ സോഷ്യൽ മീഡിയ മനുഷ്യൻ്റെ ജീവിതം രക്ഷിച്ച സംഭവങ്ങളും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരു ട്വീറ്റിലൂടെ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ, ഒരു ലൈവ് ടെലികാസ്റ്റിലൂടെ, ഒരു വീഡിയോയിലൂടെ ഒക്കെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം മാറിമറിഞ്ഞ അനുഭവങ്ങൾ ധാരാളമുണ്ട്. പ്രശ്നം സോഷ്യൽ മീഡിയ അല്ല, അത് ഉപയോഗിക്കുന്ന മനുഷ്യൻ്റെ മനസ്സാണ്. നമ്മളൊരു മെസ്സേജ് അയച്ചാൽ മറുപടി വന്നോ എന്നറിയാൻ എത്ര പ്രാവശ്യം ഫോൺ നോക്കും? ഒരു പോസ്റ്റ് ഇട്ടാൽ ആദ്യ ലൈക്ക് വന്നോ എന്ന് എത്ര തവണ നമ്മൾ തുറന്നു നോക്കും? ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ വ്യൂസ് എത്രയായെന്ന് എത്ര തവണ പരിശോധിക്കും? ചിലപ്പോൾ നമ്മൾ എനിക്കൊരു കുറവുമില്ല, എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് സ്വയം സമാധാനിക്കും. എന്നാൽ സത്യം അതല്ല കേട്ടോ. കുഴപ്പമുണ്ട്. നമ്മളറിയാതെ ചില കുഴപ്പങ്ങൾ നമ്മളുടെ തലച്ചോറിൽ സംഭവിക്കുന്നുണ്ട്. ഒരു ലൈക്ക് കിട്ടുമ്പോൾ സന്തോഷം, ഒരു കമൻറ്റ് വന്നാൽ വീണ്ടും ഫോൺ തുറക്കണം, ഒരു നോട്ടിഫിക്കേഷൻ കേട്ടാൽ കൈ അറിയാതെ ഫോണിലേക്ക് പോകും. ഇത് ബലഹീനതയല്ല, മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ കമ്പനികൾ കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കുന്നത് ഒരു കാര്യത്തിന് വേണ്ടിയാണ്: നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു വയ്ക്കാൻ. കാരണം ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു പെട്രോളല്ല, സ്വർണമല്ല, മനുഷ്യൻ്റെ ശ്രദ്ധയാണ്. ഒരു പഴയ കഥ പറയാം. ഒരു ഗ്രാമത്തിൽ ഒരു വേട്ടക്കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി കുരങ്ങുകളെ പിടിക്കുക എന്നതായിരുന്നു. ഒരു ചെറിയ മൺകുടത്തിൽ നിലക്കടല ഇട്ട് വയ്ക്കും. കുരങ്ങ് കൈ അകത്തിട്ട് ഒരു പിടി നിലക്കടല എടുക്കും. പക്ഷേ മുഷ്ടി മുറുക്കി ഇങ്ങനെ പിടിക്കുന്നത് കൊണ്ട് കൈ പുറത്തേക്ക് എടുക്കാനൊക്കില്ല. കൈ തുറന്നാൽ രക്ഷപ്പെടാം, പക്ഷേ നിലക്കടല വിടാൻ കുരങ്ങൻ തയ്യാറാവില്ല. അവസാനം വേട്ടക്കാരൻ വന്ന് അതിനെ പിടിക്കും. കുരങ്ങനെ പിടിച്ചത് വേട്ടക്കാരനല്ല,
കൈവിടാൻ തയ്യാറാകാതിരുന്ന കുരങ്ങൻ്റെ ആഗ്രഹമാണ്. ഇന്ന് ആ മൺകുടമാണ് നമ്മുടെ ഫോൺ. ആ നിലക്കടല അവസാനമില്ലാത്ത സ്ക്രോളിങ്ങുകളുമാണ്. വീണ്ടും ചോദിക്കട്ടെ, അവസാനമായി നിങ്ങൾ ഒരു മഴ പെയ്യുന്നത് മുഴുവൻ നോക്കി നിന്നത് എപ്പോഴാണ്? സൂര്യാസ്തമയം കണ്ടത് എപ്പോഴാണ്? അമ്മയോടോ അച്ഛനോടോ അരമണിക്കൂർ മനസ്സ് തുറന്ന് സംസാരിച്ചത് എന്നാണ്? ഒരു പുസ്തകം 1 മണിക്കൂർ വായിച്ചത് എപ്പോഴാണ്? ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ പ്രശ്നം. കാരണം നമ്മൾ ജീവിതം ജീവിക്കുന്നതിനേക്കാൾ ജീവിതം റെക്കോർഡ് ചെയ്യുന്ന തിരക്കിലാണ്. ഇതിൻ്റെ അർത്ഥം സോഷ്യൽ മീഡിയ ഉപേക്ഷിക്കണം എന്നൊന്നുമല്ല കേട്ടോ. പക്ഷേ ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും അത് മാറ്റിവെച്ച് ജീവിതം തുറക്കാൻ നമ്മൾ തയ്യാറാവണം. കാരണം മനുഷ്യൻ ഫോൺ ചാർജ് ചെയ്യാൻ മറക്കാറില്ല, പക്ഷേ മനസ്സ് ചാർജ് ചെയ്യാൻ വല്ലാതെ മറന്നു പോകുന്നുണ്ട്. ഒരു നിമിഷം സ്വന്തം ജീവിതത്തെ ഒന്ന് ഓർത്തു നോക്കിയേ. ഇന്ന് നമ്മൾ ജന്മദിനം ആഘോഷിക്കുന്നത് ആദ്യം ഫേസ്ബുക്കിലാണ്, പിന്നെയാണ് വീട്ടിൽ ആഘോഷിക്കുന്നത്. അമ്മയുടെ കൂടെ ഇരിക്കുന്ന സമയത്തും സുഹൃത്തുക്കളോടൊപ്പം യാത്ര പോകുമ്പോഴും കുട്ടി ആദ്യമായി നടന്നു തുടങ്ങുമ്പോഴും നമ്മുടെ ശ്രദ്ധ ചിലപ്പോൾ ജീവിതത്തിലല്ല, ക്യാമറയിലായിരിക്കും. ഓർമ്മകൾ സൃഷ്ടിക്കുന്നതിനേക്കാൾ ഓർമ്മകൾ പോസ്റ്റ് ചെയ്യുന്നതിലാണ് നമ്മൾ കൂടുതൽ തിരക്ക് കാണിക്കുന്നത്. ഒരു പഴഞ്ചൊല്ലുണ്ട്, വീണുപോയ സമയം തിരികെ വരില്ല. ഇന്ന് അതിനോട് ഞാൻ ഒരു വരി കൂടി ചേർക്കുകയാണ്, സ്ക്രോൾ ചെയ്തു പോയ ജീവിതം തിരികെ വരില്ല. കാരണം ഇന്ന് നമ്മൾ മാറ്റിവെക്കുന്ന സംഭാഷണം നാളെ പറയാൻ ആളില്ലാതെയാകാം. ഇന്ന് എടുക്കാതെ പോകുന്ന ഒരു ഫോൺ കോൾ നാളെ ഒരിക്കലും വിളിക്കാനാകാത്ത നമ്പരായി മാറാം. ഇന്ന് ചേർത്തു പിടിക്കാതെ പോകുന്ന ഒരാൾ നാളെ ഒരു ഓർമ്മ മാത്രമായി തീരാം. ജീവിതം അങ്ങനെയാണ്. അത് മുന്നറിയിപ്പ് നൽകി എങ്ങും നിൽക്കാറില്ല. ഒരു പഴമൊഴിയുണ്ട്, ഏറ്റവും നല്ല ദാസൻ യജമാനനായാൽ ഏറ്റവും ക്രൂരനാകുമെന്ന്. സോഷ്യൽ മീഡിയയെ ഒരു ഉപകരണമാക്കി ഉപയോഗിക്കാം, അതിനെ ഒരു യജമാനനാക്കരുത്. അത് നമ്മളുടെ സമയം നിയന്ത്രിക്കരുത്, നമ്മുടെ ഉറക്കം കവർന്നെടുക്കരുത്, നമ്മുടെ കുടുംബത്തെ നമ്മളിൽ നിന്ന് അകറ്റരുത്. നമ്മുടെ കുട്ടിയുടെ ബാല്യം, നമ്മുടെ മാതാപിതാക്കളുടെ വാർദ്ധക്യം, നമ്മുടെ ജീവിത പങ്കാളിയുടെ സ്നേഹം, ഇവയെല്ലാം ഒരു സ്ക്രീനിനേക്കാൾ വിലപ്പെട്ടതാണ്. ഇന്ന് രാത്രി ഒരു ചെറിയ പരീക്ഷണം ഒന്ന് ചെയ്തു നോക്കാം. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഫോൺ ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അമ്മയോടോ അച്ഛനോടോ ഭാര്യയോടോ ഭർത്താവിനോടോ മകനോടോ മകളോടോ അല്ലെങ്കിൽ സ്വയം നിങ്ങളോട് തന്നെയോ ഒന്ന് സംസാരിക്കാം. നിങ്ങൾ കണ്ടെത്തുന്ന സമാധാനം ഒരാപ്പിനും നൽകാൻ കഴിയില്ല. ഓർമ്മിക്കുക, ഫോൺ സ്മാർട്ടാകുന്നത് കൊണ്ട് മനുഷ്യൻ സ്മാർട്ടാകില്ല. പക്ഷേ മനുഷ്യൻ ബുദ്ധിമാനായാൽ ഏത് സാങ്കേതിക വിദ്യയും മനുഷ്യരാശിക്ക് അനുഗ്രഹമാകും. OS ടോക്സിൽ വീണ്ടും കാണാം.